സ്വർണവില റെക്കോർഡ് ഇടുന്നതും പിന്നാലെ റെക്കോർഡ് വിലത്തകർച്ച ഉണ്ടാകുന്നതും ദിവസങ്ങളുടെ ഇടവേളയിൽ നമ്മൾ കണ്ടതാണ്. കയ്യിൽ സ്വർണമുള്ളവർ വില കൂടുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ചിലർ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്ന കൺഫ്യൂഷനിലുമാണ്. ശരിക്കും ഈ വർഷം ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ സ്വർണം വിൽക്കുന്നതാണോ വാങ്ങുന്നതാണോ നല്ലത്? സ്വർണത്തെ സംബന്ധിച്ച് അഥവാ പ്രീഷ്യസ് മെറ്റലിനെ സംബന്ധിച്ച് സ്വർണത്തിനെ വിൽക്കണോ വാങ്ങണോ എന്നുള്ള തീരുമാനമെടുക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്വർണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ്. സ്വർണം നിക്ഷേപമായിട്ടാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അതോ സ്വർണം ആഭരണമായിട്ടാണോ, അതോ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അഥവാ കസ്റ്റംസിൻ്റെ ഒരു ആചാരപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണോ സ്വർണം വാങ്ങുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളൊരു തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ സ്വർണത്തിന് നിക്ഷേപം എന്നുള്ള നിലയിൽ എടുക്കുകയാണെങ്കിൽ അതൊരു ദീർഘകാല നിക്ഷേപമാണ്. ആ ദീർഘകാല നിക്ഷേപത്തിൽ നമ്മുടെ 100 രൂപ നമ്മുടെ മൊത്തം ആസ്തിയിൽ നമുക്ക് 100 രൂപ ആസ്തി ഉണ്ടെങ്കിൽ അതിലൊരു നിശ്ചിത ശതമാനം സ്വർണമായിട്ടും നിശ്ചിത ശതമാനം ഷെയറായിട്ടും അല്ലെങ്കിൽ നിശ്ചിത ശതമാനം മ്യൂച്വൽ ഫണ്ടായിട്ടും അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളിലായിരിക്കും നമ്മുടെ നിക്ഷേപം. കുറച്ച് റിയൽ എസ്റ്റേറ്റിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിശ്ചിത അലോക്കേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ദീർഘകാല നിക്ഷേപമായിട്ട് സ്വർണത്തെ നമുക്ക് കൈകാര്യം ചെയ്യാം, അതിനെ ഹോൾഡ് ചെയ്യാം, അതിനെ ദീർഘകാല നിക്ഷേപമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 8 മുതൽ 9% വരെയാണ് ശരാശരി സ്വർണത്തിൻ്റെ റേറ്റ് ഓഫ് CAGR അഥവാ വാർഷിക റിട്ടേൺ എന്ന് പറയുന്നത്. 8 മുതൽ 9% വാർഷികമായിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1979 മുതൽ ഇതുവരെയുള്ള ഒരു സ്വർണത്തിൻ്റെ നേട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സ്വർണം ആ നിക്ഷേപം എന്നുള്ള നിലയിൽ വാങ്ങണോ വിൽക്കണോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടത് അതിൻ്റെ ആവശ്യത്തെ അനുസരിച്ചാണ്. നിക്ഷേപം എന്നുള്ള നിലയിൽ ദീർഘകാല നിക്ഷേപമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും.